പ്ലസ് വൺ അഡ്മിഷനിൽ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന 3 തെറ്റുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒന്ന്, ഫുൾ A+ കിട്ടിയ എല്ലാവരും സയൻസ് എടുക്കുക എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ കഴിവ് എന്താണെന്നോ അവൻ എന്താണ് കരിയർ എന്നോ നോക്കാതെ ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ അവന് സയൻസ്, A+ എണ്ണം കുറയുന്നതനുസരിച്ച് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുക്കുന്ന ഈ സമ്പ്രദായം കുറെ വർഷങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ് എന്ന് പറയുന്നത്, കൂട്ടുകാരൻ ഏത് കോഴ്സ് എടുത്തോ അത് തന്നെ ഞാനും എടുക്കും എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി. കൂട്ടുകാരന്റെ കഴിവ് ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും. അവന് ചിലപ്പോൾ പാടാനായിരിക്കും കഴിവ്, നമുക്ക് ചിലപ്പോൾ സ്പോർട്സിനായിരിക്കും കഴിവ്. അത് നോക്കാതെ ഓരോ വ്യക്തികളും യുണീക്കാണ്. അത് മനസ്സിലാക്കാതെ കൂട്ടുകാരൻ ഏതെടുക്കുന്നോ അത് തന്നെ ഞാനും എടുക്കും എന്ന് പറയുന്ന ചിന്താഗതിയാണ് രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ തെറ്റ്, കോഴ്സ് ഏതായാലും കുഴപ്പമില്ല, വീടിനടുത്തുള്ള സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം. ഈ ഒരു ചിന്താഗതിയിൽ അഡ്മിഷൻ എടുക്കുന്നതും മൂന്നാമത് നമ്മൾ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണ്. ഈ 3 തെറ്റുകളും ഇനിമേൽ ആവർത്തിക്കാതിരിക്കാൻ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയുക, അതിനനുസരിച്ചിട്ടുള്ള സ്ട്രീം സെലക്ട് ചെയ്യുക. അതിന് എന്തെങ്കിലും സഹായം ആവശ്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, ഞങ്ങൾ നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കും. ഇനി പ്ലസ് വൺ അഡ്മിഷൻ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലസ് വൺ അഡ്മിഷൻ എടുത്തതെന്ന് കമന്റ് ചെയ്യുക. എടുക്കാൻ പോകുന്നവരാണെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്ലസ് വൺ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.